ഷോക്ക് പുതിയതല്ലേ? ക്രാഷ് ഗാർഡ് പൊളിച്ചു. എടാ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി. നീ പറഞ്ഞ സമയത്ത് വണ്ടി തരണ്ടേ? ഇപ്പൊ കിട്ടിയില്ലേ? അവിടേക്ക് ഇതാ എന്തെങ്കിലും കുറക്കാനുണ്ടോ? കുറയ്ക്കാനൊന്നുമില്ല, പറഞ്ഞു തന്നാ മതി. എടാ 25 അഡ്വാൻസ് തന്നിട്ടുണ്ട്, ബാക്കി പിടിച്ചോ. ഉണ്ടടാ, നീ എണ്ണി നോക്കിക്കോ. മംഗലാപുരം മുഴുവൻ തപ്പിയല്ലേ? ആ പോലീസുകാരൻ പറഞ്ഞുകൊണ്ട് മാത്രം. നീ ഇനി അത് അന്വേഷിച്ച് അലയാതിരിക്കുന്ന നല്ലത്. അതിനൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മനോരേട്ടാ, എന്നാ പിന്നെ നീ കിടന്ന് തപ്പ്. അല്ല പിന്നെ ഈയുടെ മുഖത്ത് ഇപ്പോഴും ഒരു സന്തോഷം കാണുന്നത്. നീ ഇവിടെ ഇല്ലാത്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. ദേ അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല. പലപ്പോഴും അവൻ എന്റെ ചെറിയ അഭയം പ്രാപിച്ചോണ്ടിരുന്നേ അല്ലേ ക്രിയേഷ്? ബോലറാമില്ല, ഞാനൊരു നിമ്പുപ്പാനി കുടിച്ചിട്ട് വരാം. ഹലോ, ശരി. ഒരു നിമ്പുപ്പാനി. നീ ഒന്നും വിചാരിക്കല്ലേ, നിന്റെ ക്രിയേഷനോട് ഞാൻ കുറച്ച് ചൂടായി പോയി. ശശിയേട്ടാ സുഖല്ലേ? ശശിയേട്ടതാ, ഞാൻ എന്റെ പേര് മാറ്റി ഗസ്റ്റിലുണ്ട്. ഗസ്റ്റാ? ഗസറ്റ്. എന്താ പുതിയ പേര്? നരിമാൻ. നരിമാനാ? അതൊരു സിനിമ പേരല്ലേ? ഇപ്പൊ എന്റെ പേരാ ബ്ലഡി ഫൂൾ. ഓ, ഹലോ. ഗ്യാസ് കുറ്റി തീർന്നോ? എടി 1 മാസം മുമ്പ് എടി നിറച്ചങ്ങോട്ട് തന്നത്. നീ എന്താ ഗ്യാസ് കുടിക്കുകയാണോ? ഒന്നാമത് തീ പിടിച്ച് വരെ ഇതിനറിയാലോ. ശരി, ഞാനങ്ങോട്ട് വരട്ടെ. നിറച്ച കുറ്റി എടുത്ത് തരാം. ഗ്യാസ് തീർന്നു. വൈഫാ. ഇവിടെ നിർത്തിക്കോ. എത്രയാ? എടാ നീ ഇത് കണ്ടോടാ, പട്ടാളാ. അപ്പൊ നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഇന്ന് എനിക്ക് വ്രതമാണ്. നിന്റെ ധൃതി കണ്ടാൽ അറിയത് വ്രതം തെറ്റിക്കാനുള്ള. വിജയാശംസകൾ. പൊക്കോ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും കേട്ടോ. എന്നാലും ആരായിരിക്കും മനോരേട്ടന്റെ ടാർജറ്റ് തയ്യക്കാരി അമ്മിണി. അല്ലല്ല, അവളുടെ വീട്ടിൽ ഭർത്താവുണ്ട്. പിന്നെ ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. അവൾ എവിടെയെങ്കിലും പോട്ടെ, നീ എന്നാത്തിനാ ഇതൊക്കെ അറിയുന്നേ? ചേട്ടന് നല്ല അസൂയുണ്ടല്ലേ? സ്വൽപ്പം. ദേ വാ, സ്വൽപ്പം അടിക്കാം. സ്വൽപ്പം അങ്ങോട്ട് മാറിന്നാലും. വാ. മഡോണ, ദേ മനോഹരനാ. ഓ, അയാളൊരു ഞരമ്പ് രോഗിയാ. എടുക്കണ്ട, അയാളുടെ ഉദ്ദേശം വേറെയാ. വൃത്തിയേട്ടവൻ. പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞോണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ? അത്യാവശ്യമുള്ള എല്ലാ പണിയും ഞാൻ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഈ വൃത്തിയേട്ടവനല്ലാണ്ട് നിനക്ക് നാട്ടിൽ വേറെ ആരും കിട്ടിയില്ലേ? വേണ്ടേ? എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കി. മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാല് ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും? ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതറിയോ? അരമണിക്കൂർ മുന്നേ ചോദിച്ച ചായ വന്നു. താങ്ക് യു. ഞാൻ ഈ സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുക, വണ്ടിയും ഇല്ല. എന്താ പറ്റിയ? പേഴ്സണലാ. താൻ പറ. മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. എനിക്കൊരു ജോലി കിട്ടിയപ്പോഴോ കുറച്ചെങ്കിലും ആശ്വാസമായത്. ഇപ്പോഴും എൻ്റെ കല്യാണം നടത്തി തരാനായിട്ട് കഷ്ടപ്പെടുക. പപ്പയാണെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ല. അപ്പം ഞാനൊരു കണ്ടീഷൻ വെച്ചു. പപ്പയും അമ്മയും ഒന്നിക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അത് നന്നായി, താൻ കൊള്ളാലോടോ. അതൊക്കെ പോട്ടെ, എന്താ മാഷിന്റെ പരിപാടി? എന്ത് പരിപാടി? അല്ല, കല്യാണക്കാരിയൊക്കെ. അതിന് നാട്ടിൽ അതിനെ പറ്റി പെണ്ണിനെ കിട്ടണ്ടേ? പെണ്ണിനിപ്പം എന്താ കുറവ്? അതൊക്കെ ഉണ്ട്. പിന്നെ മാഷ് ചുറ്റും നോക്കാത്തോണ്ടാ. കല്യാണമൊന്നും കഴിക്കാൻ പറ്റൊരു അവസ്ഥയിലല്ലെന്ന് ഞാനിപ്പോൾ. ബൈക്ക് പോയ പിന്നെ ജീവിതത്തിലുള്ള സന്തോഷമൊക്കെ പോയി. പിന്നെ എനിക്ക് രാജുവിനോടൊരു കാര്യം ചോദിക്കാനായിട്ട്. സുരേഷ്, രാജു ഒരുത്തനെ പോലീസ് നോക്കിയിട്ടുണ്ട്. ആണോ?
5-6 ബൈക്കും 2 ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ട് വാ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവുന്നു. ഓക്കെ. അതെ, അവിടെ പോലീസുകാർ കുറച്ച് ബൈക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിലെൻ്റെ വണ്ടി ഉണ്ടാവും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. പോയിട്ട് വരാം. സുരേഷേട്ടാ. ആ രാജു, എൻ്റെ വണ്ടി കിട്ടി. ആ, ഇതാ വണ്ടി. അവന്മാർ മൊത്തം നാശാക്കി കളഞ്ഞു. ആണല്ലേ? എന്നാലും കിട്ടിയല്ലോ. അല്ല, ബുള്ളറ്റ് എവിടെ? ആടേതാ? ഇതല്ല അല്ലേ? അല്ലപ്പാ. സുരേഷേ, സാർ, നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. ഒന്ന് വേഗം വാടോ, വണ്ടി കിട്ടിയതിന് ചെലവ് ചെയ്യണം കേട്ടോ. ഹലോ രാജു, ഞാൻ കട്ടപ്പനയിന്ന് ജോർജാ. ആ ജോർജേട്ടാ. നമ്മുടെ വർക്കിച്ചായൻ പോയടാ. നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. ഇന്നലെയായിരുന്നു അടക്കം. ജോർജേട്ടാ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മച്ചിയെ പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന്. അപ്പച്ചൻ പോയതിനു ശേഷം കൂടെ നിർത്തി പണി പഠിപ്പിച്ച് ഒരായുസ് കൊണ്ടുണ്ടാക്കിയ ഷോപ്പ് എന്നെ ഏൽപ്പിച്ച് പോയതാ. മെച്ചപ്പെട്ടൊരു ജീവിതം എന്ന ആശാന എന്നെ കൊണ്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ആശാൻ അങ്ങ് പോയി. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്നില്ലാതാവുമ്പോഴുള്ള വേദന, എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ട് പോകണല്ലോ. എൻ്റെ എന്താ ഇവിടെ ബൈക്ക് മോഡിഫൈ ഉണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട് ചേട്ടാ, എൻ്റെ ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇതിപ്പോൾ നല്ല ഗംഭീര ലുക്കിലാണല്ലോ. അല്ല, ഇങ്ങനെ ചെയ്യണം. 76 മോഡലാണ്. അതെ, ചെയ്യാം, പക്ഷേ സമയമെടുക്കും. എനിക്ക് പെട്ടെന്ന് കിട്ടണം. പൈസ എത്രയായാലും കുഴപ്പമില്ല. ചേട്ടാ, ഇത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളിവിടെ ഇല്ല. പുള്ളി ടൗണിൽ പോയേക്കുക. പുള്ളി വന്നാലേ ഇത് എപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാനൊക്കെ ഉള്ളൂ. വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. എടാ, അത് കുത്തി കളിച്ചോണ്ടിരിക്കുക. അതാ വണ്ടി ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. മഹേന്ദ്രേട്ടാ, ഈ വണ്ടി അടിച്ചു മാറ്റിയതാ. നമ്പർ നോക്കിയേ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, നോക്കി. എവിടെ നമ്പർ പറഞ്ഞേ? നമ്മൾ വിചാരിക്കുന്ന പോലെയോ ചിന്തിക്കുന്ന പോലെയോ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. രാജു ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് അമ്മച്ചി ആകെ വിഷമത്തില. കഴിഞ്ഞത് കഴിഞ്ഞു. വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. സമാധാനിക്ക്. എന്ത് സമാധാനം? ഞാനിതിനിടെ പപ്പയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഇഷ്ടവും തീരുമാനമൊക്കെ തുറന്നു പറഞ്ഞു. ഹലോ, രാജു ജോസഫ് അല്ലേ? അതെ. നിങ്ങളുടെ വണ്ടി മിസ്സിംഗ് ആണോ? ആ, ഞാൻ ഈ കുടിയാമല ശക്തി വർക്ക്ഷോപ്പിൽ നിന്ന് വിളിക്കുക. നിങ്ങളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആണോ?
പെട്ടെന്ന് വന്ന ആളെ കൈയോടെ പിടിക്കാം. അവനെ വിടരുതേ, ഞാനിതാ വരുന്നു. വരുന്നുണ്ടാ പോരും. എന്തായി മഹേന്ദ്രേട്ടാ? എടാ അവിടെ പറഞ്ഞിട്ടുണ്ടോ അമ്മമാരോട്? അമ്മമാരിപ്പോൾ ഉടനെ വരും. നീ പോയി പണിയിട്. പോക്കോ. ഹലോ, പോലെ അവിടേക്ക് പോലെ നിക്ക്, പറയുന്ന കേക്ക്. എന്റെ പൊന്നിയേട്ടത് ആളുതാ ഇപ്പൊ വരും. ആളുതാ വന്നോണ്ടിരിക്കാന്ന്. എന്ത് മനുഷ്യനെങ്ങനെ. അത് മാഷിന്റെ മോനാടാ. നിന്റെ വണ്ടി
വണ്ടി കിട്ടിയില്ലേ? കൊണ്ടുവയ്ക്കോ. അച്ഛാ എനിക്ക് എന്റെ ബൈക്ക് വേണം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. വാ ഇങ്ങോട്ട്. നടക്ക്. എനിക്കൊന്ന് വേണം അച്ഛാ.